Hi all. Today we are discussing about the topic chemical test on blood. E372 ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിലെ മൊഡ്യൂൾ 6-ലെ ടോപ്പിക്കാണ് കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അതുപോലെ ബ്ലഡ് സെൽ ടെസ്റ്റ് നമ്മൾ നോക്കി. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് മൊഡ്യൂൾ 6-ലെ സ്റ്റാർട്ടിങ്, അതായത് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി. ക്ലിനിക്കൽ ലബോറട്ടറിയിലെ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ബ്ലഡ് സെൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, അതാണ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്, അതിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഓട്ടോമാറ്റിക് ബ്ലഡ് സെൽ കൗണ്ടർ, അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ്, എക്സ്പ്ലനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് കെമിക്കൽ ടെസ്റ്റ് ഓൺ ബ്ലഡ് ആണ്. ബ്ലഡിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്പെക്ട്രോഫോട്ടോമീറ്ററും മറ്റൊന്ന് ഫ്ലെയിം ഫോട്ടോമീറ്ററുമാണ്. രണ്ട് ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്ന ഡിവൈസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സ്പെക്ട്രോഫോട്ടോമീറ്ററും ഫ്ലെയിം ഫോട്ടോമീറ്ററും. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഫെമിലിയറൈസ് മെത്തേഡ്സ് ഓഫ് കെമിക്കൽ ടെസ്റ്റ്. എങ്ങനെയാണ് ബ്ലഡിൻ്റെ കെമിക്കൽ ടെസ്റ്റ് നടത്തുന്നത്, ഏതൊക്കെ ടൈപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ കെമിക്കൽ ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം, ബ്ലഡ് ഈസ് എ കോംപ്ലക്സ് ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് സബ്സ്റ്റൻസ് ഇൻ സൊല്യൂഷൻ. ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. ഡിറ്റർമിനേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദീസ് സബ്സ്റ്റൻസസ് ഈസ് പെർഫോംഡ് ബൈ സ്പെഷ്യലൈസ്ഡ് കെമിക്കൽ ടെക്നിക്ക്. ചില കെമിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ച് ബ്ലഡിനകത്തുള്ള സബ്സ്റ്റൻസുകളുടെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം. ദ കോമൺലി പെർഫോംഡ് കെമിക്കൽ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി പറയുന്നതാണ്. ഒന്ന് സ്പെക്ട്രോഫോട്ടോമീറ്ററും മറ്റൊന്ന് ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. സ്പെക്ട്രോഫോട്ടോമീറ്റർ ഒരു മോണോക്രോമാറ്റർ ലൈറ്റ് സാമ്പിള് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. ദ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക്സ് ബൈ പാസിങ് എ ലൈറ്റ് ബീം ത്രൂ എ സാമ്പിൾ ടു മെഷർ ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് എ സാമ്പിൾ. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഒരു സാമ്പിളിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സാമ്പിളിലുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലൈറ്റ് ഫ്രം ഹാലജൻ ലാമ്പ് ഈസ് പാസ്ഡ് ത്രൂ ആൻ എൻട്രൻസ് സ്ലിറ്റ് S1 ആൻഡ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് റിഫ്ലക്ടർ. The concave reflector focuses the light on a prism to disperse light. അപ്പോൾ ലൈറ്റിനെ ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദ സെലക്റ്റീവ് വേവ് ലെങ്സ് ഫ്രം ദ ഡിസ്പേഴ്സ് ലൈറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഡിസ്പേഴ്സ് ആയിപ്പോയ ലൈറ്റിൽ നിന്നും സെലക്റ്റീവ് വേവ് ലെങ്ത് നമുക്ക് കിട്ടുന്നു. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു ഇൻസിഡൻറ്റ് ഓൺ ദ റിഫ്ലക്ടർ. പിന്നീട് അതിനെ റിഫ്ലക്ടറിൽ ഇൻസിഡൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിംഗിൾ ബീം സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരു പ്രോസസ്സ്. ഡിറ്റക്ടർ, സാമ്പിൾ, എക്സിറ്റ് സ്ലിറ്റ്, ഡിസ്പേർഷൻ ഡിവൈസ്, എൻട്രൻസ് സ്ലിറ്റ്, പിന്നീട് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സോഴ്സിൽ ഡിസ്പേർഷൻ ഡിവൈസ് ആ രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഫ്രം ദ റിഫ്ലക്ടർ ദ ലൈറ്റ് ബീം ഈസ് ഡയറക്റ്റഡ് ടു ദ സാമ്പിൾ through a narrow exit slit S2. A sensitive photo detector D detects the transmitted light. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ആ ഒരു ടെംപ്ലേറ്റ് പോലെ നമ്മൾ ആ ഒരു ഡിവൈസിനെ കാണിച്ചു. അവിടുത്തെ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഒരു സെൻസിറ്റീവ് ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ട്, അത് ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഗീവ്സ് ആൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റിനനുസരിച്ച് ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദ ഔട്ട്പുട്ട് ഫ്രം ദ ഡിറ്റക്ടർ
ആൻഡ് ഫൈനലി ഇൻഡിക്കേറ്റ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും? സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ ആംപ്ലിഫൈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഡിറ്റക്ടറിൽ നിന്നും ഔട്ട്പുട്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട്. ബൈ റൊട്ടേറ്റിംഗ് ദ പ്രിസം ദ മെഷർമെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. പ്രിസത്തിനെ റൊട്ടേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് വേവ് ലെങ്തിൽ നമുക്ക് മെഷർമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിവൈസാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. കെമിക്കൽ ടെസ്റ്റ് നടത്തുന്ന രണ്ടാമത്തെ ഡിവൈസാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഫിഗർ തൊട്ടടുത്ത സ്ലൈഡ് നമുക്ക് കാണിക്കാം. ഫ്ലെയിം ഫോട്ടോമീറ്റർ ഈസ് യൂസ് ടു അനലൈസ് യൂറിൻ ഓർ ബ്ലഡ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം, സോഡിയം ആൻഡ് ലിഥിയം. അപ്പോൾ യൂറിനോ ബ്ലഡിനോ യൂസ് ചെയ്ത് ഫ്ലെയിം ഫോട്ടോമീറ്റർ വെച്ചിട്ട് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ ലിഥിയത്തിൻ്റെ കോൺസെൻട്രേഷൻ, ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ മനസ്സിലാക്കുന്നതിനാണ് നമുക്കിത് യൂസ് ചെയ്യുന്നത്. Whenever a sample solution is sprayed onto a flame, the sample molecules are converted into gaseous molecules. Okay, these gaseous molecules are decomposed into gaseous atoms. Molecules എന്തായിട്ട് മാറും? ആറ്റംസ് ആയിട്ട് മാറും, gaseous atoms ആയിട്ട് മാറും. Some gaseous atoms absorb the heat energy from the flame and get excited to higher energy levels. ഹീറ്റ് എനർജി gaseous atoms അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ടു ഹൈ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. ദീസ് ആറ്റംസ് റിട്ടേൺ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് റേഡിയേഷൻസ് ഓഫ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ആറ്റംസ് ഗ്രൗണ്ടിലേക്ക് വരും ബൈ എമിറ്റിംഗ് റേഡിയേഷൻസ്. ഇൻറ്റൻസിറ്റി ഓഫ് ദ എമിറ്റഡ് ലൈറ്റ് ഈസ് റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ ഓഫ് എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചായിരിക്കും എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലെയിം ഫോട്ടോമീറ്ററിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നു. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4047. ഓക്കെ, അതുപോലെ സോഡിയത്തിൻ്റെ വേവ് ലെങ്ത് ആണെങ്കിൽ 5890 ആണ്. പൊട്ടാസ്യത്തിൻ്റെ വയലറ്റ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. യെല്ലോ എന്ന് പറയുന്നത് സോഡിയം. അതുപോലെ ലിഥിയത്തിൻ്റെത് റെഡ് 6708 ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം സാമ്പിള്, നെബുലൈസർ, ഫ്ലെയിം, മോണോക്രോമേറ്റർ ലൈറ്റ് സോഴ്സ്, ലെൻസ്, ഡിറ്റക്ടർ ആൻഡ് റെക്കോർഡർ. നെബുലൈസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ദ സൊല്യൂഷൻ ഇൻ ടു മിസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇതൊക്കെയാണ് പഠിച്ചത്. ദ ഡിറ്റർമിനേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഈസ് പെർഫോംഡ് ബൈ സ്പെഷ്യലൈസ്ഡ് കെമിക്കൽ ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്താണ്, അവയുടെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ കെമിക്കൽ ടെക്നിക്സിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ബ്ലഡ് ടെസ്റ്റ് മെത്തേഡുണ്ട്, കെമിക്കൽ ബ്ലഡ് ടെസ്റ്റ് മെത്തേഡുണ്ട്. ഒന്ന് സ്പെക്ട്രോഫോട്ടോമീറ്ററും മറ്റൊന്ന് ഫ്ലെയിം ഫോട്ടോമീറ്ററും. അതുപോലെ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ബൈ പാസിങ് എ ലൈറ്റ് ബീം ത്രൂ എ സാമ്പിൾ ടു മെഷർ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് എ സാമ്പിൾ. ലൈറ്റ് ബീം സാമ്പിളിലേക്ക് കടത്തി വിട്ടിട്ടാണ് സാമ്പിളിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യൂസ് ടു അനലൈസ് യൂറിൻ ഓർ ബ്ലഡ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം, സോഡിയം, ലിഥിയം. പൊട്ടാസ്യം, സോഡിയം, ലിഥിയം ഇവയുടെ ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ മനസ്സിലാക്കുന്നതിനാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് പഠിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് ദ മെയിൻ ടൈപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ടെസ്റ്റുകൾ എഴുതാം. എന്യൂമറേറ്റ് കോമൺലി യൂസ്ഡ് കെമിക്കൽ ടെസ്റ്റ് ഓൺ ബ്ലഡ് സെൽ. ബ്ലഡ് സെല്ലിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തരാം. എക്സ്പ്ലെയിൻ അബൌട്ട് ദ 2 കെമിക്കൽ ടെസ്റ്റ് ഓൺ ബ്ലഡ് സെൽ വിത്ത് നീഡ് ഡയഗ്രാംസ്. രണ്ട് കെമിക്കൽ ടെസ്റ്റ് ഏതൊക്കെയാണ്, അവയുടെ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഞാൻ തരാം, ആ ഡേറ്റ് വെച്ചിട്ട് അസൈൻമെൻറ്റ് എഴുതണം. ഓക്കെ, റെഫറൻസ് ക്രോംവെൽ ആണ്. ക്രോംവെലിൻ്റെ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ മെഷർമെൻ്റ് ആണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള
ടെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റാണ്. അതുപോലെ കാൺപൂർ ഹാൻഡ് ബുക്ക് ഫോർ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ടെസ്റ്റും വളരെ നല്ലതാണ്. പിന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവാനായിട്ട് ആർ അനന്ത നടരാജൻ PHA ലീഡിംഗ് പബ്ലിഷേഴ്സിൻ്റെ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ് വായിച്ചാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ എളുപ്പം, ഏറ്റവും എളുപ്പം അനന്ത നടരാജൻ്റെ ടെസ്റ്റാണ്. സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, കെമിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കുക. അപ്പോൾ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.